ഈജിപ്തിനെ ദൈവം ഒരുപാട് മഹാമാരികൾ കൊണ്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ അവരുടെ വെള്ളം കൂടി മുട്ടിച്ചു. അതായത് വെള്ളത്തിന്റെ കളർ ചുവപ്പ് നിറമാവുകയും എല്ലാ മത്സ്യങ്ങളും ചത്തുപൊങ്ങുകയും ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും കണ്ടിട്ട് ഈജിപ്തിലെ രാജാവിന്റെ റാണിക്കും ഒരു കൂസലുമില്ല. അവരടിമകളെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. വെള്ളത്തിൽ നിന്നും ദുർഗന്ധങ്ങൾ വരാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ സമയത്തേക്കും ആ പരിസരത്ത് ആർക്കും നിൽക്കാൻ പറ്റാതായി. രാജാവിന്റെ മന്ത്രിമാർക്ക് ഒരു തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാത്രിയായ സമയത്ത് വെള്ളത്തിൽ നിന്നും ഒരുപാട് തവളകൾ കയറി വരാൻ തുടങ്ങി. മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാജാവ് തന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നിർത്തണം എന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴും അടിമകളെ വിട്ടു കൊടുക്കാൻ രാജാവ് തയ്യാറായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞതും മത്സ്യങ്ങളുടെ പുറത്തു നിന്നും പുഴുക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുഴുക്കൾ പിന്നീട് ലാർവകളായി ഈച്ചകളായി മാറി അവിടെ മൊത്തം പരന്നിട്ടുണ്ടായിരുന്നു. ഈജിപ്തിനെ ഈച്ചകൾ വഴയാൻ വേണ്ടി തുടങ്ങി. ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ കൂടി മനുഷ്യനെ ഈച്ചകൾ പച്ചക്ക് തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും വരാൻ വേണ്ടി തുടങ്ങി. ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നിട്ടും രാജാവ് അടിമകളെ വിട്ടു നൽകാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. മൂസ രാജാവിനോട് ഉടമ്പടിക്ക് വന്നിട്ടും രാജാവിന് ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല. അത് മഹാമാരി രാജാവിനെയും അതേപോലെ റാണിയും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു.